രണ്ടു ദിവസമായിട്ട് രണ്ട് വീഡിയോകൾ ഞാനതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരുപാട് ആളുകളൊന്നും റിയാക്ട് ചെയ്തൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പം എല്ലാവരും ഇസ്രായേൽ ഇറാൻ വാർത്തകളുടെ പിന്നാലെയാണല്ലോ ഓടുന്നത്. അതുകൊണ്ട് ഇത്തരം വാർത്തകളിലൊന്നും വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല. ഷീല സുമുഖ സുന്ദരിയൊക്കെ ആയിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രിയ സംഗിണി ചേച്ചി ഉണ്ടല്ലോ. സംഗിണി ചേച്ചി കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ചേട്ടനുമായിട്ട് വന്നിരുന്നുകൊണ്ട് ഒരു പ്രസംഗമൊക്കെ നടത്തി വലിയ രീതിയിലൊക്കെ വൈറലായതാണ്. ഇപ്പം സിനിമ ഒന്നുമില്ല, അത്യാവശ്യം ചില ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കാരണം ഈ നല്ല ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലല്ലോ സംഘപരിവാർ ചാണകത്തിൽ പോയി വീഴുക എന്നുള്ളത്. കാരണം മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കണ്ണുള്ളവർ ഒരിക്കലും, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളാണെന്നുണ്ടെങ്കിൽ പോലും, അവര് ഈ ചാണാക്കുഴി പോയി വീഴത്തില്ല. ചാണാക്കുഴി വീണവൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാലോ അല്ലേ. നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ചേട്ടൻ്റെ ഒരവസ്ഥ എന്താണെന്ന് അറിയാം, അതുപോലെ ഉണ്ണിച്ചേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ ചേച്ചി ഒരു ഹൈന്ദവ പൊതുവേദിയിൽ വന്നിട്ട് ഒരു ഗീർവാണം അങ്ങോട്ട് മുഴക്കുന്നുണ്ട്. ചേച്ചി ജനിച്ച മതം, അതായത് ഹിന്ദു മതത്തിൽ ജനിച്ചത് വലിയ അഭിമാനമായിട്ട് തോന്നുന്നു എന്നാ ചേച്ചി പറഞ്ഞത്. ചേച്ചി അത് നട്ടലോടുകൂടി ഏത് ആളുകളുടെ മുമ്പിലും പറയണം. ഞാനൊരു മുസൽമാനായി ജനിച്ചത് അഭിമാനത്തോടുകൂടി തന്നെ പറയും. അതിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതെനിക്ക് നല്ല മനുഷ്യനായി ഇസ്ലാമിൽ തന്നെ ജനിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ഹിന്ദുമതം മോശമാണെന്നോ, ഹിന്ദുമതത്തിൽ പഠിപ്പിക്കുന്നത് ശരിയല്ലെന്നോ, അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ പഠിപ്പിക്കുന്നത് ശരിയല്ലെന്നോ ഒന്നും ഒരു മതവും തെറ്റായി പഠിപ്പിക്കുന്നില്ല. പക്ഷെ ചില ആളുകൾ ഇത്തരം തീവ്ര സംഘടനകളുടെ ഭാഗമാകുമ്പോൾ അവർ മനുഷ്യരല്ലാണ്ട് മാറും. മറ്റൊരു വേട്ടാവളിയൻ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഗീർവാണങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി. ഈ സിനിമ ഇവൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്നിട്ട് കുരയ്ക്കുന്ന ഒരു വീഡിയോ കൂടെ കാണണം. ഈ രണ്ട് വീഡിയോകളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കാണണം. കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം. അപ്പോൾ നമുക്ക് നേരെ ചേച്ചി, സംഗിണി ചേച്ചി പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോഴും ഒരു ഹിന്ദുവാണ്, ഹിന്ദു സംസ്കാരത്തില് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവുമായിട്ട് മുന്നേ പോകാൻ ആഗ്രഹിക്കുന്ന, അത് തുറന്നു പറയുന്ന ഒരാളാണ്. എവിടെയും ഞാനത് മറച്ചു വെച്ചിട്ടില്ല. എന്റെ വിശ്വാസങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് എപ്പോഴും പറയാറുമുണ്ട്. ആ തുറന്നു പറഞ്ഞതിന്റെ ഭവിഷ്യത്തുകൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കുന്നു ഇപ്പൊ എന്തായാലും തുറന്നു പറഞ്ഞാല് ഇപ്പം ഭവിഷ്യത്തുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഏറെ നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതിലെനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു സംസ്കാരത്തിലെ കൊച്ചാണ്. എന്റെ വിശ്വാസങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നതിൽ ഒരു അഭിമാനക്കുറവും, അല്ലെങ്കിൽ അത് ഞാൻ തുറന്നു പറഞ്ഞാൽ പ്രശ്നമാകും, ഇനി പറയരുതെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാനത് ചെയ്തിട്ടുമില്ല. കാരണം ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഹിന്ദു എന്നതൊരു മതമാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു ധാർമ്മികതയാണെന്ന് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയാനുള്ളത്. കാരണം അദ്ദേഹം 2-3 പ്രോഗ്രാമിൽ വിളിച്ചിട്ടും ചില കാരണങ്ങൾ കൊണ്ടൊന്നും എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് വന്ന രീതി എന്തായാലും വെറുതെ ആയെന്ന് തോന്നുന്നില്ല. ഒരുപാട് സന്തോഷം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഓരോരുത്തർക്കും നന്ദി, സന്തോഷം. അയ്യോ, അപ്പൊ നമ്മുടെ സംഗിണി ചേച്ചി പറഞ്ഞത് കേട്ടോ. ഹിന്ദുമതത്തിൽ ജനിച്ചത് ഞാൻ അഭിമാനിക്കുന്നു, പക്ഷേ ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചത് പറഞ്ഞതിന് ഞാൻ ഒരുപാട് അനുഭവിച്ചെന്ന് ചേച്ചി വന്നിട്ട് ഈ ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഗീർവാണം മുഴക്കിയത്. ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, ഒരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട കാര്യമില്ല. ഒരാളുടെ മുമ്പിൽ ഇന്നേ വരെ വന്നിട്ട് ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചത് ഞാൻ അഭിമാനിക്കുന്നു, പക്ഷേ ഒരുപാട് ആളുകൾ എന്നെ അതിൻ്റെ പേര് വേട്ടയാടുന്നു എന്ന് പറഞ്ഞില്ലേ. നിന്റെ മനസ്സിലിരിപ്പുണ്ടല്ലോ, അതായത് നീ എന്ന് ചാണകത്തിൽ ചവിട്ടിയോ അന്നത്തോടുകൂടി നീ ഒരു യഥാർത്ഥ ഹിന്ദു അല്ലാണ്ട് മാറി എന്നുള്ളതാ. നീ തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹം നിനക്കെതിരെ രംഗത്ത് വന്നത്. അല്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യാനിയോ ഇവിടുത്തെ മുസ്ലിമോ ഒന്നും നിനക്കെതിരെ വാളും പരിചയം എടുത്തിട്ടൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ചാണക പൊട്ടൻ പറയുന്ന കൂടെ ഒന്ന് കേട്ടോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ കേരള സ്റ്റോറി പോയി കണ്ടിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് മാത്രം വന്നാണ്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഇറങ്ങിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് കേരളത്തിനെ കൊച്ചാക്കാൻ 2 ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ലേ. 2 ഇറങ്ങിയപ്പോ ഞാൻ ഓർത്ത് കേരളത്തിനെ ആകെ കൂടി അങ്ങോട്ട് അപമാനിച്ച് ഇല്ലാതാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു BJP കാരൻ ആയിട്ട് കൂടി എനിക്ക് അതിനകത്ത് പ്രതികരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇന്നലെ ഞാനും ഫാമിലിയും കൂടിയിട്ട് പടം കാണാൻ പോയത്. പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കേരളത്തുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ കേരളത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടി
ഒരു ജിഹാദി, അതായത് തീവ്രവാദിയുടെ കൂടെ പോയി അവൾ അനുഭവിച്ച വേദനയും അതിലുപരി അവള് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള തീവ്രവാദികൾ പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ വല വിരിച്ച് എങ്ങനെ കൊണ്ടുപോണ്, അവരെങ്ങനെ അവരെ മാറ്റിയെടുക്കണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു പടമാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് മകളെ വളർത്തി അവസാനം ആ അച്ഛനും അമ്മയും ആ മകൾക്ക് വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും. ഞാൻ ഓർത്തി കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹിന്ദുക്കളെ എന്നാ ക്രിസ്ത്യാനികളെ എന്നൊക്കെ പൈസ പിടുങ്ങാനുള്ള ഒരു പടം എന്ന് മാത്രമേ ഞാൻ ആദ്യം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ പിക്ചർ ക്വാളിറ്റിയും ആ പടത്തിന്റെ സോങ് ആണെങ്കിലും പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് പിന്നെ ആധികാരികമായിട്ട് ആദ്യത്തെ ഹാഫ് അങ്ങനെ, രണ്ടാമത്തെ ഹാഫ് ഇങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. പാഠം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്കൊരു എന്താ പറയാ, അതിലേക്ക് ഇഴുകി ചേരും. നമ്മൾ തന്നെ നമ്മുടെ ചാനലുകളിൽ കണ്ടതാണ് ഇതുപോലെയുള്ള പെൺകുട്ടികളുടെ അമ്മയും അച്ഛനൊക്കെ അനുഭവിക്കുന്ന വേദന. അപ്പൊ ആ വേദന അതേപടി ഈ പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരെ ഏതൊക്കെ രീതിയിലുള്ള വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പടം തുറന്നു കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തിയിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പറഞ്ഞ് പറ്റിച്ച് എങ്ങനെ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി മതം മാറ്റി അവരുടെ മതം അനുശാസിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ എല്ലാ മുസ്ലിമിനെയും പ്രേമിച്ച് അങ്ങനെയാണെന്നും പറയാൻ ആരും ആളല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മത തീവ്രവാദികൾ ഇന്ത്യനെ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ഉദ്ദേശിച്ച് പ്രവർത്തനം നടത്തിയിട്ട് അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയ വരെ പോയിട്ടുണ്ടെന്നേ. ഇതിപ്പോ സിറിയ ഒന്നുമില്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ്, അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. സിറിയയിലേക്കൊന്നും പോണ സീന ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവർ പോയി കാണണം. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ഡിഫിക്കുഞ്ഞുങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ജനാധിപത്യ രാജ്യമാണ്. നിനക്കൊക്കെ ഇഷ്ടമുള്ളത് മാത്രമേ കാണാൻ പാടുള്ളൂ, നീയൊക്കെ ഇഷ്ടമുള്ളത് ഇവിടെ കാണിക്കൂ എന്നുള്ള തിട്ടൂരം മറ്റേ SI ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരു കാറൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇറക്കി വന്ന SI ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് കാണിച്ചാൽ മതി. നാട്ടുകാരുടെ അടുത്ത് കാണിക്കരുതെന്ന് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു സംഗണി ചേച്ചിയും ഒരു ചാണക പൊട്ടനും. ചേച്ചി ഹിന്ദു മതത്തിൽ ജനിച്ചത് അഭിമാനമായിട്ട് കാണുന്നു, പക്ഷെ അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാണക സ്റ്റോറി തിയേറ്ററിൽ വന്ന് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തുന്ന മറ്റൊരു ചാണക പൊട്ടൻ. വിവരം കെട്ട വിവരദോഷി, നീ ഹിന്ദിയിലാണോ മലയാളത്തിലാണോ കണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് വന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണിക്കുന്നത്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും. ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പച്ച ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പച്ചയെന്ന് ഉദ്ദേശിക്കുന്നത് പച്ച വർഗീയത പറയുക എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടിട്ട് അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്നുള്ള ആ ഒരു നറേറ്റീവ് ഈ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് എടുത്തിട്ട് അങ്ങ് വെതറിയ ഒരു വിഭാഗമാണ് ഈ സംഘിവോളികൾ. അപ്പോൾ സംഘിവോളിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ഹൃദയം അങ്ങ് വല്ലാണ്ട് പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. കാരണം അത്തരം സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ഇഴുകി ചേർത്ത് അങ്ങ് കൊണ്ടുപോയി അങ്ങ് ലയിപ്പിച്ച് അങ്ങ് കലക്കി കളയുമെന്നാണ് ഇവൻ പറയുന്നത്. രണ്ടെണ്ണത്തിന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരു സംഗണി ചേച്ചിയും ഒരു ചാണകപ്പൊട്ടനും. ഇവരെ പോലുള്ള ആളുകളാണ് ഹൈന്ദവ സമൂഹത്തിന് മാനക്കേടുണ്ടാക്കുന്നത്. നല്ല ഹൈന്ദവ സഹോദരങ്ങളൊന്നും ഇതിനെ സപ്പോർട്ടും ചെയ്യത്തില്ല. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ പീഡനം അനുഭവിക്കുന്നെന്ന് ഒരാളും പ്രത്യേകിച്ച് കേരളത്തിൽ മിണ്ടത്തില്ല. കാരണം ഇതൊക്കെ പ്രൊപ്പഗേണ്ടയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കുറേ കാലമായിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഇവന്മാരവിടെ കിടന്ന് കുരയ്ക്കട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിനൊരു മറുപടി പറഞ്ഞു പോകും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാച്ചിക്കും ചേട്ടനുള്ള അടി നിങ്ങളങ്ങോട്ട് കൊടുത്തേക്കുക. അടുത്തൊരു വീഡിയോ കാണാം.